വെളുപ്പിന് 4 മണിക്ക് ഇടയത്താഴം കഴിക്കാൻ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പിന്നീട് കാര്യമായിട്ട് ഉറക്കമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനും ഉമ്മയും നേരെ ക്യാരംസ് കളിച്ചങ്ങിരിക്കും. പിന്നീട് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നേരെ ഇനി സ്കൂളിലേക്ക് പോകണം. കാരണം എന്ന് പറഞ്ഞാൽ മാത്സിൻ്റെ ക്ലാസ് ഉണ്ട്. ഞങ്ങൾക്ക് 10th ബോർഡ് എക്സാം ആയതുകൊണ്ട് മിസ്സ് കണക്ക് ക്ലാസ് വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് അധികം നേരമല്ല, രാവിലെ 8 മണി മുതൽ 2:30 വരെ മാത്സ് കംപ്ലീറ്റ് ഇരുന്നങ്ങ് പഠിച്ച്. പിന്നെ അവിടെ നേരെ ബസ് കയറി കടയിൽ ചെന്നപ്പോഴത്തേക്കുമാണ് ഈ ഒരു ചേട്ടനെ കണ്ടത്. ഈ ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ലുക്കിൽ തോന്നിയത് നമ്മുടെ ദൃശ്യം സിനിമയിൽ വരുന്ന പോലെ ഇരുന്ന്. അവിടെ നേരെ വീട്ടിൽ പോയിട്ട് കുറച്ചധികം നേരം കിടന്നങ്ങ് ഉറങ്ങി. കാരണം എന്ന് പറഞ്ഞാൽ വെളുപ്പിന് 4 മണിക്ക് എണീറ്റാൽ ഞാൻ ക്ഷീണിച്ച് വീട്ടിലെത്തിയതാണ്. പിന്നെ കിടന്നങ്ങ് ഉറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് നടക്കാനായിട്ട് ഇറങ്ങി. കാരണം എന്ന് പറഞ്ഞാൽ സമയം പോകാത്തത് തന്നെയാണ്. എനിക്ക് ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഭംഗി പുറത്ത് നോക്കിയാൽ എത്ര കണ്ടാലും മതിയാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ സൈഡിലൊക്കെ പോയി വെറുതെ ഇങ്ങനെ ഇരിക്കാറുണ്ട്. നടന്ന് ഒരു എൻഡിലെത്തി. പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ തിരിഞ്ഞ് നടന്നപ്പോഴത്തേക്കാണ് ഈ ഒരു വീടിൻ്റെ പണി കണ്ടത്. ഇപ്പോൾ എന്താണെന്നറിയില്ല, വീടിൻ്റെ അടുത്ത് വീട് പണിയൊക്കെ കണ്ടാൽ ഞാൻ ഇതിൻ്റെ മണ്ടേ ചാടിയങ്ങ് കയറും. ഇത് കണ്ടില്ലേ, നല്ലൊരു വ്യൂ ആണ്. അതുപോലെ തന്നെ നല്ല കാറ്റുള്ളതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന്. ഇതേ കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് ഈ ഫ്ലാറ്റ്. ഈ സൂര്യാസ്തമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതങ്ങ് കാണണം. വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും പോയി നോമ്പ് തുറക്കണം. അപ്പോൾ ശരി എന്നാൽ.